ശ്രീ അനൂപ്, BJP അധികാരത്തിലെത്താൻ കോൺഗ്രസ് ജയിച്ചാൽ മതിയോ കേരളത്തിൽ? ഇല്ല, ഇത് അങ്ങനെ സ്ഥാപിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. ഇപ്പൊ മറ്റത്തൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി നിലപാടിന് വിരുദ്ധമായി ചില മെമ്പർമാർ വോട്ട് ചെയ്യുന്നു. അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ടേ. ഇവിടെ ഞങ്ങളുടെ പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടാണ് ജയിച്ചു വന്ന അംഗങ്ങൾ നിലപാടെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ അതിന് നടപടിയെടുത്തു. പക്ഷെ ഇത് ആരെങ്കിലും സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ മെമ്പർമാർ ആകമാനം അങ്ങ് BJPയിൽ പോയി ചേർന്നതൊന്നുമല്ലല്ലോ. ഒരു കോൺഗ്രസ് വിമതനെ തന്നെ ആണ് അവർ പിന്തുണയ്ക്കുന്നത്. പക്ഷെ ആ കോൺഗ്രസ് വിമതനെ BJPയും കൂടി പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ BJPയെ തൊട്ട ആളുകളുമായി ഒരു ബന്ധം പോലും ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ലൈനിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളതാണ്. ഇതേ പ്രശ്നം തൃശ്ശൂർ ജില്ലയിൽ ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിൽ ഭരിച്ച ഒരു മേയറെ BJPക്ക് വേണ്ടി വിട്ടുകൊടുത്ത ആളുകളാണ് CPM. ഇവിടെ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് വിമതനായി മത്സരിച്ച ഒരാളെ LDF മേയറായി വെക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പരസ്യമായി ഇതേ മേയർ രംഗത്ത് വരികയും അതിനെതിരെ ഞങ്ങൾ മാത്രമല്ല CPI ഉൾപ്പെടെ അതിന്റെ ഉന്നതരായ നേതാക്കന്മാർ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടും ആ മേയറെ തള്ളിപ്പറയാൻ തയ്യാറാവാതിരുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി പരസ്യമായി പ്രചരണ രംഗത്ത് വന്ന സുരേഷ് ഗോപിയെ പരസ്യമായി എത്രയോ വേദികൾ പ്രകീർത്തിച്ച തൃശൂർ മേയറെ അപ്പോഴും ഈ ഭരണം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ആ സമയത്ത് പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവാതിരുന്ന ആളുകളാണ് ഞങ്ങളെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 5 വർഷമല്ല 1000 വട്ടം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും BJPയെ തൊടുന്ന പ്രശ്നം ഉദിക്കുന്നു എന്നില്ല എന്നത് മാത്രമല്ല BJPയെ തൊട്ട ആളുകളെ പോലും തൊടാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എടുത്തൊരു പൊളിറ്റിക്കൽ പൊസിഷന്റെ ദാർഢ്യം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടി പറയുന്നത് അനുസരിക്കാത്തവരാണ് നിങ്ങളുടെ ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ എന്ന മുൻധാരണയോടുകൂടി വേണം ആളുകൾ വോട്ട് ചെയ്യാൻ. മാധു, അത്തരമൊരു സ്ഥിതി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മാധുവിന്റെ വിമർശനത്തെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ പറയുന്ന കോൺഗ്രസിനകത്ത് പാർട്ടി ലൈനിന് വിരുദ്ധമായി അത്തരം കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ CPMനെ സംബന്ധിച്ച് CPMന്റെ പാർട്ടി ലൈൻ അനുസരിച്ച് തന്നെ നോക്കൂ, ഞാൻ CPMന്റെ പ്രതിനിധി ചർച്ചയിൽ ചേരുന്ന മുറയ്ക്ക് CPMന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവരോട് ചോദിക്കാം. ശ്രീ വി ആർ അനൂപ്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്. ശ്രീ വി ആർ അനൂപ്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്. ശ്രീ വി ആർ അനൂപ്, ഇപ്പോ നിങ്ങളുടെ സംഘടനാ തീരുമാനങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു പറ്റം ആളുകൾ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തുറന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ കോൺഗ്രസിന് എന്ത് വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യണം? ഈ ചർച്ചയുടെ തുടക്കത്തിൽ K. സുരേന്ദ്രൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു പ്രതികരണം ഞാൻ കാണിക്കുകയുണ്ടായി. വെറുതെ എടുത്തങ്ങ് ശരി ഇന്ന് K. സുരേന്ദ്രൻ ഒരു പ്രതികരണം കാണിച്ചു കളയാമെന്ന് വിചാരിക്കുന്നതല്ലോ. ഇവിടെ കോൺഗ്രസും ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് BJP അത് പറയുന്നത് എന്നുള്ളതാണോ ജനങ്ങൾ വിചാരിക്കേണ്ടത് എന്നുള്ളതാണ്. നോക്കൂ, ഇതിപ്പോ CPMൽ അങ്ങനെയല്ലേ, CPMൽ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്വതന്ത്രയെ നിങ്ങൾ മത്സരിപ്പിച്ച് അവർക്ക് നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ പിന്തുണ കൊടുത്തവർ പ്രസിഡന്റ് ആയിരിക്കുന്നു. അവർ ഈ സമയത്തും രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. നാളെ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു ടൈ വരികയാണെങ്കിൽ BJPയോടൊപ്പം ചേർന്നാൽ ഭരിക്കാം എന്ന് നിങ്ങളുടെ പാർട്ടി MLA മാർ വിചാരിക്കില്ല എന്ന് കേരളത്തിലുള്ളവർ വിചാരിക്കണമോ? മാധു, ഇത് തുടക്കം മുതലേ ഈ പ്രശ്നത്തിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു നരേറ്റീവ് പ്രചരിപ്പിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ BJP സ്ഥാനാർത്ഥിക്കോ ആണോ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ പാർട്ടി നിലപാടിന് വിരുദ്ധമായി വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി നിലപാടിനെ ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ലംഘിച്ചു. ഗുരുതരമായ അച്ചടക്ക ലംഘനം സംഘടനാപരമായി നോക്കുമ്പോൾ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കത്തിനില്ല. പക്ഷേ നേരത്തെ പറഞ്ഞത് തെറ്റാണ്. ഇത് BJPക്ക് അല്ലാതെ കോൺഗ്രസിന്റെ 2 വിമതന്മാർ സ്ഥാനാർത്ഥി ജയിച്ചു വന്നിരിക്കുകയാണ്. ഒരു വിമതനെ LDF സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ മറ്റേ കോൺഗ്രസ് വിമതനാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഇത് നോക്കൂ, നിങ്ങളുടെ പാർട്ടിക്ക് സംഭവിക്കാത്ത സംഘടനാ ദൗർബല്യം ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇത് സാങ്കേതികമായ ഒരു വിഷയം എന്ന നിലയ്ക്കല്ല, ഇത് രാഷ്ട്രീയമായ വിഷയം എന്ന നിലയ്ക്ക് തന്നെയാണ് പറയേണ്ടത്. ഇപ്പൊ മറ്റത്തൂർ കേരളത്തിലെ ഒരു മാതൃകയെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇങ്ങനെ പിഴച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഏതൊക്കെ സംസ്ഥാനത്തെ ഏതൊക്കെ MLA മാരെ നിങ്ങൾക്ക് റിസോർട്ടുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, എന്നിട്ടും അട്ടിമറികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൽ അത് നടക്കില്ല എന്ന നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ 10 കടികെട്ടിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ CPMന്റെ സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങളിലേക്കൊന്ന് നോക്കുമോ? മാധുവിനോട് അങ്ങേയറ്റം വിനയത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങനെ തുടക്കത്തിലെ
തെറ്റിദ്ധാരണാജനകമായ ഒന്ന് അങ്ങ് പറയരുത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരാൾക്കാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അത് വസ്തുതാപരമാണെന്ന് പറയാം. ഇതൊരു കോൺഗ്രസ് വിമതയ്ക്കാണ്. ഒരു കോൺഗ്രസ് വിമത LDFന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ വേറെ കോൺഗ്രസ് വിമതയ്ക്കാണ് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ കോൺഗ്രസ് എടുത്ത ഡിസിഷനുണ്ട്. ആ കോൺഗ്രസ് വിമതയ്ക്ക് BJPയിലെ 4 വോട്ട് ചെയ്യാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ BJPയുടെ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തമുള്ള പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക്, ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ, BJPയെ തൊടാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, BJPയെ തൊട്ടവരെ പോലും തൊടാൻ തയ്യാറല്ല എന്നുള്ള കൃത്യമായ പൊളിറ്റിക്കൽ മറ്റത്തൂരിലെ സഖ്യത്തെ എന്ത് വിളിക്കണം ശ്രീ വി ആർ അനൂപ്? മറ്റത്തൂരിലെ സഖ്യത്തെ എന്ത് വിളിക്കണം? അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റിന് പിന്തുണ കൊടുത്ത ഒരു രാഷ്ട്രീയ സഖ്യമുണ്ട്. ആ സഖ്യത്തെ എന്ത് വിളിക്കണം? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ പറയുന്ന പല മെമ്പർമാരും അതിൽ വോട്ട് ചെയ്ത ആളുകൾ പോലും വിശദീകരിച്ചിട്ടുണ്ട്. ആ പല മെമ്പർമാരും BJPയുമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് BJPയുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJPയെ തോൽപ്പിച്ച ആളുകളുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? 8 മെമ്പർമാരാണ് കോൺഗ്രസിലുള്ളത്. 2 മെമ്പർമാർ കോൺഗ്രസ് വിമതരാണ്. അതിലൊരു കോൺഗ്രസ് വിമതയെ LDF അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതേസമയം മറ്റേ കോൺഗ്രസ് വിമതയ്ക്ക് കോൺഗ്രസ് മെമ്പർമാർ വോട്ട് ചെയ്യുകയും അതിന്റെ കൂട്ടത്തിൽ അവിടെ പ്രശ്നം എന്താ? BJPയുടെ 4 വോട്ട് അവർക്ക് കിട്ടുകയാണ്. അപ്പൊ BJPയുടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കേരളത്തിന് മുഴുവനും അറിയാം. ആ സാങ്കേതിക കാര്യം അങ്ങ് വിശദീകരിച്ച് സമയം കളയണമെന്നില്ല. ഞാൻ ചോദിച്ചത് അവിടുത്തെ സഖ്യത്തെ എന്ത് വിളിക്കണം എന്നുള്ളതാണ്. നോക്കൂ, ജയിക്കുന്നതിന് മുമ്പ് BJPയെ തോൽപ്പിക്കുക, ജയിച്ചതിന് ശേഷം കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ദൗത്യം? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് BJPയുടെ ഏതെങ്കിലും തരത്തിൽ പിന്തുണ സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തെ സഹായിക്കാൻ സാധ്യമല്ല എന്നുള്ള ഞങ്ങളുടെ അടുത്തൊരു പൊസിഷൻ ആണെന്നേ. ശരി, അത്തരം ബുദ്ധിമുട്ടില്ല. കോൺഗ്രസുകാരെ കണ്ടുപിടിച്ചാൽ മതി മത്സരിക്കാൻ. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആർജവമുള്ള, കോൺഗ്രസ് എന്ന് പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന, ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈ തരത്തിൽ മണ്ണൊലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരില്ല ശ്രീ വി ആർ അനൂപ്. ഞാൻ അങ്ങനെയൊക്കെ